ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. എന്താണോ പറ്റിയത്? ഈ ചോദ്യത്തിൽ പകുതി ആശ്വാസമാകും. അതായിരുന്നു പട്ടാമ്പിയുടെ ജോസ് ഡോക്ടർ. അസുഖത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഡോക്ടർ. ജനങ്ങൾക്കിടയിലേക്കോ പൊതുസമൂഹത്തിലേക്കോ ഇറങ്ങിച്ചെല്ലാതെ ജനകീയനായി മാറിയ വ്യക്തി. പ്രതിഫലം നിശ്ചയിക്കാത്ത, കൊടുക്കുന്നത് സ്വീകരിക്കുന്ന പാവങ്ങൾക്ക് മാറ്റിവെച്ചിട്ടുള്ള സാമ്പിൾ മരുന്നുകൾക്കിടയിലേക്ക് വാങ്ങിവെക്കുന്ന ജോസ് ഡോക്ടർ പുതിയ കാലത്തെ ഡോക്ടർമാർക്ക് മാതൃക കൂടിയായിരുന്നു. വലിയൊരു ജനവിഭാഗത്തിന്റെ മിഴി നനയിച്ച് ജോസ് ഡോക്ടർ വിടവാങ്ങി 1 വർഷം പിന്നിടുമ്പോഴും ഇന്നും പല വീടുകളിലെയും അകത്തളങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള മഷി കൊണ്ടുള്ള ഡോക്ടറുടെ മരുന്നുകുറിപ്പുകൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ പട്ടാമ്പിക്കാർ ആദ്യം ഓടിയെത്തുന്നത് ജോസ് ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. ജോസിനെ കണ്ടാൽ മതി അസുഖം മാറുമെന്ന് അക്കാലത്തെ നാട്ടുവർത്തമാനമുണ്ടായിരുന്നു. ആ ഓർമ്മകൾ നിലനിർത്താനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിലകൊള്ളാനുമായാണ് കുടുംബം ഡോക്ടർ ജോസ് പുളിക്കൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. ജോസ് ഡോക്ടറിന്റെ ആഗ്രഹമായ പട്ടാമ്പി താലൂക്ക് ആശുപത്രി വികസനവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം നൽകി കരുതലാക്കാനുമാണ് ഫൗണ്ടേഷൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ മെഡിക്കൽ സഹായം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അത് നമ്മുടേതായ രീതിയിലൊന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യും. ഇല്ല, നമ്മളിപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അപ്പച്ചൻ കുറേ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കുറേ ശ്രമിച്ച ആളാണ് അപ്പച്ചൻ. അപ്പോൾ പട്ടാമ്പി അവർക്കിപ്പോൾ മറ്റേ MLA ഫണ്ടിൽ നിന്ന് ഒരു ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മളത് ഡൊണേറ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശൂർ മണ്ണമ്പേട്ടയിൽ ജനിച്ച അദ്ദേഹം 41 വർഷം പട്ടാമ്പിയിലായിരുന്നു താമസം. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ദീർഘകാലം സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 49 വർഷം ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചു. മുഴുവൻ സമയം രോഗികൾക്ക് വേണ്ടി നിലകൊണ്ട ജോസ് ഡോക്ടർ യാത്രയായപ്പോൾ ഒരു നാട് മുഴുവൻ ചിന്തിച്ചത് ഒന്നുമാത്രം: അസുഖം വന്നാൽ ഇനി എവിടേക്ക് ഓടിച്ചെല്ലും? വെറുമൊരു ഡോക്ടറെയല്ല ജനങ്ങൾക്ക് നഷ്ടമായത്, നീട്ടിവലിക്കുന്ന ശ്വാസത്തിനിടയിൽ രോഗം നിർണ്ണയിക്കാൻ സാധിക്കുമെന്ന ജനങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാണ് ഇല്ലാതായത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.